കഴിഞ്ഞ ആഴ്ചയുടെ തുടക്കത്തിൽ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് $4,714 പരിധിയിലായിരുന്ന സ്വർണ്ണവില ഈ ആഴ്ചയുടെ തുടക്കത്തിൽ $4,539 പരിധിയിൽ എത്തി നിൽക്കുമ്പോൾ വരും ആഴ്ചയിലെ സ്വർണ്ണ വിപണിയുടെ നീക്കങ്ങളെക്കുറിച്ചുള്ള വിദേശ അനലിസ്റ്റുകളുടെ ഗോൾഡ് സർവേ റിപ്പോർട്ടും നിഗമനങ്ങളും സ്വർണ്ണവിലയ്ക്ക് ശേഷം ചേർത്തിട്ടുണ്ട്. ഈ ആഴ്ചയിൽ ബുധനാഴ്ച FOMC മീറ്റിംഗ് മിനിറ്റ്സും മറ്റു തൊഴിൽ റിപ്പോർട്ടുകളും വരാനിരിക്കുന്നു. അവ വിപണിക്ക് പ്രധാനമാണ്. ഇപ്പോൾ തങ്കവില ഗ്രാമിന് കാലിക്കറ്റ് 14,980, തൃശ്ശൂർ എറണാകുളം 14,970 എന്നീ നിലകളിലാണ് എത്തി നിൽക്കുന്നത്. എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇപ്പോഴത്തെ സ്വർണ്ണവില നോക്കാം. ഇന്ന് വിലമാറ്റം ഇല്ല. ഇന്ന് 17/5/2026 പവന് 1,15,080, ഗ്രാമിന് 14,385. മറ്റു സംഘടനകൾ പ്രഖ്യാപിച്ച വില പവന് 1,14,800, ഗ്രാമിന് 14,350. വരും ആഴ്ചയിലെ സ്വർണ്ണ വിപണി നീക്കങ്ങളെക്കുറിച്ചുള്ള വിദേശ അനലിസ്റ്റുകളുടെ ഗോൾഡ് സർവേ റിപ്പോർട്ടിൽ 15% വാൾ സ്ട്രീറ്റ് അനലിസ്റ്റുകളും 59% മെയിൻ സ്ട്രീറ്റ് നിക്ഷേപകരും സ്വർണ്ണവില ഉയരുമെന്ന് അഭിപ്രായപ്പെടുമ്പോൾ 77%, 14% സ്വർണ്ണവില കുറയുമെന്ന് അഭിപ്രായപ്പെട്ടു. 8%, 27% ന്യൂട്രലായി തുടരുകയും ചെയ്തു. വന്നിട്ടുള്ള ഗോൾഡ് സർവേ റിപ്പോർട്ട് വിലയിരുത്തുമ്പോൾ വാൾ സ്ട്രീറ്റ് അനലിസ്റ്റുകളിൽ ഭൂരിപക്ഷം സ്വർണ്ണവില കുറയുമെന്നും മെയിൻ സ്ട്രീറ്റ് നിക്ഷേപകരിൽ ഭൂരിപക്ഷം സ്വർണ്ണവില ഉയരുമെന്നുമാണ് അഭിപ്രായപ്പെടുന്നത്. ഈ വ്യത്യസ്ത അഭിപ്രായങ്ങൾക്കിടയിൽ വെടിനിർത്തൽ ലംഘിച്ച് ലെബനാനിലും ഗസയിലും ഇസ്രായേൽ ആക്രമണം നടത്തുന്നു എന്ന റിപ്പോർട്ട് പുറത്തുവരുന്നു. പുറമെ ഇറാൻ US പരസ്പര വെല്ലുവിളികൾ തുടരുന്നതും വിപണിയെ സമ്മർദ്ദത്തിലാക്കുന്നു. ഇറാനെതിരെ സൈനിക നടപടികൾ അടുത്തയാഴ്ച പുനരാരംഭിക്കുമെന്ന് US വൃത്തങ്ങൾ സൂചിപ്പിക്കുമ്പോൾ അതിനിടയിൽ ചൈനീസ് പ്രസിഡന്റിന്റെ ക്ഷണപ്രകാരം റഷ്യൻ പ്രസിഡന്റ് മെയ് 19, 20 തീയതികളിൽ ചൈനയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തും. ഇന്ത്യൻ വിപണിയിലാണെങ്കിൽ ഇറക്കുമതി തീരുവ ഉയർത്തിയതിന് പുറമെ ഇറക്കുമതി നിയന്ത്രണങ്ങളും വരുമെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. മിഡിൽ ഈസ്റ്റ് സംഘർഷം വിപണിയെ താഴേക്കെത്തിക്കുമ്പോൾ ഇന്ത്യൻ ഇറക്കുമതി നിയന്ത്രണങ്ങൾ വിപണിയിൽ ഉയർച്ചാ സ്വാധീനം ചെലുത്തുന്നു. ഈ വിപരീത കാരണങ്ങൾക്കിടയിൽ സ്വർണം സമ്മർദ്ദത്തിലായി തുടരുകയാണ്. യഥാർത്ഥത്തിൽ യുദ്ധം അവസാനിച്ചിരുന്നുവെങ്കിൽ രണ്ട് കാരണങ്ങളും സ്വർണത്തിന്റെ കുതിപ്പിന് കാരണമാകുമായിരുന്നു. നിലവിൽ ആഴ്ചയുടെ തുടക്കത്തിൽ ഉണർവിന് സാധ്യതയുണ്ടെങ്കിലും ഇറാനെതിരെ വീണ്ടും സൈനിക നടപടി ആരംഭിക്കുകയാണെങ്കിൽ അത് വിപണിയെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കിയേക്കും. എൻ്റെ ശബ്ദം ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ്.